നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പഞ്ചാബ് എഫ്.സിയോട് ഡ്യൂറൻ കപ്പിൽ 1-1 സമനിലയിൽ കുരുങ്ങിയല്ലോ. അപ്പോൾ മുതൽ ബ്ലാസ്റ്റേഴ്സിനെ തള്ളിപ്പറയുന്ന തരത്തിൽ ഈ സ്ക്വാഡിനെയും ഈ കോച്ചിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്തുണ്ട്. അതിപ്പം സോഷ്യൽ മീഡിയയിൽ എക്സിലും മറ്റുമൊക്കെ ആണെങ്കിലും കാണാം. ഈവൻ നമ്മുടെ കമൻറ്റ് ബോക്സ് പോലും കാണുന്നുണ്ട്. കഴിഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ കപ്പില്ലാത്ത സീസണാണ് വരാൻ പോകുന്നത്. അതുപോലെ ചില താരങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കണം. ഇപ്പോൾ ഡിഫൻസിൽ മിലോസിനെ കുറിച്ചും അതുപോലെ തന്നെ മുന്നേറ്റത്തിൽ പെപ്രയെക്കുറിച്ചുമൊക്കെ പലരും വിമർശനങ്ങളുമായിട്ട് രംഗത്തേക്ക് വരുന്നു. ടീം മൊത്തത്തിൽ മികച്ച രൂപത്തിലുള്ളതല്ല എന്ന് പറയുന്നു. ആകെ ഈ സീസണിൽ 2 കളികളെ ആയുള്ളൂ. ഇപ്പോഴേ ഈ ടീമിനെ എഴുതി തള്ളണോ? പുതിയ കോച്ച്, പുതിയ സിസ്റ്റം അത് ഇംപ്ലിമെൻ്റ് ചെയ്തു വരുന്നു. ട്രാൻസ്ഫർ ജാലകം അടച്ചിട്ടുമില്ല. ഇനിയും അഡീഷൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇപ്പോഴേ ടീമിനെ എഴുതി തള്ളുന്നവർക്ക് എന്താണ് ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സമയമുണ്ട്. നമ്മൾ ഡ്യൂറൻ കപ്പിൽ എത്തിയിട്ടുള്ളൂ. ഡ്യൂറൻ കപ്പ് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് ടീമിനെ കുറിച്ചൊരു ഏതാണ്ട് ധാരണയിലേക്കൊക്കെ വേണമെങ്കിൽ പോകാം. അപ്പോഴും ഇനിയും താരങ്ങൾ വരാനുണ്ട് എന്നുള്ളത് കൂടി ഓർക്കുക. എന്തായാലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. ആദ്യ കളിയിലെ പ്രകടനം വെച്ച് നമ്മൾ ടീമിന് ഓവർ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. അത് മുംബൈ സിറ്റി എഫ്.സിയുടെ റിസർവ് ടീമായിരുന്നു. എന്നാൽ പഞ്ചാബ് എഫ്.സിയോട് കളിച്ചപ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നു. ഇത്രയേ ഇതിലുള്ളൂ, അല്ലാതെ എഴുതി തള്ളേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പുതിയ കോച്ചല്ലേ, പുതിയ സിസ്റ്റം താരങ്ങൾ അഡാപ്റ്റ് ചെയ്ത് വരാൻ സമയം എന്തായാലും എടുക്കും. ഇപ്പോൾ നോക്കുക, ഈ ഒരു കളി കൊണ്ട് എന്തൊക്കെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ മിഡ്ഫീൽഡിൽ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഒരു മികവ് വേണ്ടതുണ്ട്. അത് തെളിഞ്ഞ് കാണുന്നുണ്ട്. സോ ആ ഒരു അപ് ടു ദി മാർക്കിലേക്ക് മിഡ്ഫീൽഡ് വരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഡിഫൻസിൻ്റെ കാര്യത്തിലും സംശയങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ചും ഡിഫൻസ് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ആ മേഖലയിലും ചില മാറ്റങ്ങൾക്ക് എന്തായാലും സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രീതത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മോഹൻ ബഗാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോഴും സജീവമാണ്. അപ്പോൾ അദ്ദേഹം മൂവ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് എന്ന് വേണം കാണാൻ. പിന്നെ അലക്സാണ്ടർ കോയഫ് വരുന്നുണ്ടല്ലോ, അതോടുകൂടി കാര്യങ്ങൾ ഒന്നുകൂടി ശക്തമാവും എന്ന് വേണം നമ്മൾ കരുതാൻ. പിന്നെ പെപ്രയുടെ കാര്യത്തിൽ പെപ്ര ആണ് അസിസ്റ്റ് കൊടുത്തത്, കാര്യം ഓർക്കുക. അതിൻ്റെ മുമ്പത്തെ കളിയിൽ പെപ്ര ഹാട്രിക്ക് നേടിയിട്ടുണ്ട്. പെപ്ര ലേസി ആയിരുന്നു മൂവ്മെൻറ്റിൽ എന്നൊക്കെയാണ് പലരും നിരീക്ഷിക്കുന്നത്. എന്തായാലും ഒരു നമ്പർ 9 എന്ന രൂപത്തിൽ നമുക്ക് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നതൊരു ചോദ്യമാണ്. അദ്ദേഹം മോശമല്ലാതെ കളിക്കുന്നുണ്ട്, എങ്കിലും നമ്പർ 9 ആയിട്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഒരു പക്ഷേ അടുത്തൊരു ഫോറിൻ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നു എന്ന് വാർത്തകളുണ്ടല്ലോ. അപ്പോൾ അധികം വൈകാതെ തന്നെ ഒരു മികച്ച ഗോൾ സ്കോറിംഗ് കപ്പാസിറ്റിയുള്ള സ്ട്രൈക്കർ വരും എന്ന് വേണം കരുതാൻ. എന്നാൽ ഈ ടീമിനെ മൊത്തത്തിൽ തള്ളിപ്പറയാനുള്ള ഒരു കാര്യവും ഇപ്പോഴില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള ഡൊമസ്റ്റിക് അഡീഷൻസ് വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ സൂചനകൾ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഏതായാലും പുതിയൊരു കോച്ചിൻ്റെ കീഴിൽ പുതിയ രൂപത്തിലേക്ക് കളിശൈലി മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. മധ്യനിര ഒന്നുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. ഡിഫൻസിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് കോയഫൊക്കെ വരുന്നതോടുകൂടി, അലക്സാണ്ടർ കോയഫൊക്കെ വരുന്നതോടുകൂടി പരിഹരിക്കപ്പെടുമെന്ന് കരുതാം. മുന്നേറ്റത്തിൽ തീർച്ചയായിട്ടും ഒരു മികച്ച സ്ട്രൈക്കറുടെ ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നല്ലാതെ ടീമിനെ ഇപ്പോഴേ തള്ളിപ്പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.